നമ്മൾ ഇന്ന് ഈ ഇരുമ്പ് പാലത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു അതിഥി നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ മേഖലയെക്കുറിച്ചും ഈ ഇരുമ്പ് പാലത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് രാമഭദ്രൻ തമ്പുരാൻ എന്നാണ്. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം. ഇപ്പോൾ ഏറെക്കാലമായി ഈ പാലം പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 5-6 വർഷമായിട്ട് ഈ പാലം അടച്ചിട്ടിരിക്കുകയാണല്ലോ. എന്താണ് ശരിക്കും കാരണം? അത് ഈ ഇരുമ്പ് പാലം പണിതിട്ട് ഏകദേശം ഒരു 140 കൊല്ലം പറയുന്നത്. 1890 അന്നത്തെ മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തെത്തി പട്ടതമ്പുരാൻ കേരളവർമ്മ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ പാലം പണിയുന്നത്. അപ്പം അത് അന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഇവിടെ വെൽഡിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, പൈലിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവർ ഇംഗ്ലണ്ടിലൊരു വേസ്റ്റ് വുഡ് എഞ്ചിനീയേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് അവരാണത് പണിതത്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഈ തൂണുകൾ ഇതെല്ലാം നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് എറക്റ്റ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ഈ പൈലിംഗ് ഒന്നും തുടങ്ങാത്തവരാണ് ഈ ഖലാസികളെന്ന് പറഞ്ഞൊരു അവരാണ് പുഴയിൽ ഈ ഇതിൻ്റെ തൂണുകളൊക്കെ വേണ്ട പോലെ സ്ഥാപിച്ച് പണിത്. അപ്പോൾ അത്രയും 140 കൊല്ലത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ ഇന്നും അത് വലിയ കേടുപാടുകളൊന്നുമില്ല. പക്ഷേ അടിയിലത്തെ ചില ഗേഡറുകൾ ചില തുരുമ്പെടുത്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് അത് മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ ഇത്രയും വർഷത്തെ ഹെവി ട്രാഫിക്കായിരുന്നു ഈ അടയ്ക്കുന്നതിന് മുമ്പ്. അപ്പം അത്രയും ആ ഹെവി ട്രാഫിക്കിൻ്റെ ഇതുകൊണ്ടായിരിക്കാം അത് കുറെ ആനപ്പോഴും കടന്നു പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ ഈ പറ ഉത്സവത്തിന് ഭഗവാനെ തോണിയിൽ എഴുന്നള്ളിക്കുക, ആന പാലത്തുമ്പോൾ അതിനൊരു ഐതിഹ്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ശരിക്ക്. അപ്പം ഇപ്പം അത് ഈ കുറച്ച് അതിൻ്റെ എന്താ പറയുക സ്ട്രെങ്ത് കുറഞ്ഞു, വലിയ വണ്ടികളൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതിലാണ് അത് പാലം അടച്ചത്. അപ്പോൾ ഇപ്പോൾ 2 വീലേഴ്സ് മാത്രമേ പോകുന്നുള്ളൂ, ഓട്ടോറിക്ഷ ഒന്നും പോകുന്നു. പാലം പുനർനിർമ്മിക്കണം എന്നുള്ള ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അത് എവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, പുതിയ പാലത്തിൻ്റെ ഒരു പണിയുടെ നടപടിക്രമങ്ങളൊക്കെ അത് തൃപ്പൂണിത്തുറ സ്വരാജ് MLA ആയിരുന്ന സമയത്താണ് അതിൻ്റെ നടപടി ആരംഭിച്ചത്. പക്ഷെ ഇന്നും അത് എവിടെയും ഇങ്ങനെ എത്താതെ എത്രയായി അതിൻ്റെ ഡെവലപ്മെന്റ് എന്തായി എന്നറിയില്ല. പക്ഷെ അപ്പോൾ ജനങ്ങളുടെ ഇവിടുത്തെ സമീപവാസികളുടെ ഇടയിലും പല പല അഭിപ്രായങ്ങൾ ഈ പാലം തന്നെ കുറച്ചും കൂടി നിലനിർത്തണമെന്ന്. കാരണം എന്ന് വെച്ചാൽ മറ്റേത് കോടികൾ ചിലവാകും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ചിലവാക്കി ഇത് അത്യാവശ്യം അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ, റിപ്പയർ വർക്ക്സ് ചെയ്താൽ ഇത് സുരക്ഷിതമായിരിക്കും. കാരണം വെച്ചാൽ ഇതേവരെയുള്ള അനുഭവം വെച്ച് സുരക്ഷിതമാകും. കാരണം ഇന്നും അത് വളരെ വലിയ കേടുപാടുകളില്ല. നടപ്പാത പിന്നീട് പണിഞ്ഞതാണ്. അത് 1980-കളിലൊക്കെ 90 ലേറ്റ് 80s പണിതാണ്. പക്ഷെ അത് ഈ എന്താ നടക്കുന്ന സമയത്ത് ഒരു ഇരുമ്പ് ഇതൊക്കെ വെച്ചിട്ട് കുറെ കഴിഞ്ഞാൽ അതിൻ്റെ ആണികളൊക്കെ പൊങ്ങി ഒന്ന് പലർക്കും കാല് തട്ടി അപകടങ്ങളൊക്കെ വരാറുണ്ട്, തുരുമ്പെടുത്തിട്ടൊക്കെ. പിന്നെ ഇത് അടുത്ത കാലത്ത് അത് മുഴുവൻ വീണുപോയി. അപ്പോൾ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ അത് ഇങ്ങനെ കിടക്കണം. അപ്പോൾ അത് ഈ 140 കൊല്ലം പഴക്കമുള്ള പാലം ഇന്നും വലിയ കേടുപെടുക. പിന്നെന്ന് വെച്ചാൽ ഈ പുതിയ പാലം വേണമെന്നുള്ളൊരു വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ അക്കരെ താമസിക്കുന്നവർക്ക് പെട്ടെന്നൊരു എമർജൻസി ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ ഒന്ന് ബൈപ്പാസ് ആ പാലം ഉണ്ടല്ലോ ഗാന്ധി സ്ക്വയറിൽ നിന്ന്, അതിലെങ്ങനെ പേട്ട പോയി കറങ്ങിയണം നിയറസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ദേവി അവിടെ എത്താൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതിലെ ഒരു പുതിയ പാലം വേണമെന്ന്. പക്ഷേ ചിലരുടെ അഭിപ്രായം വെച്ചാൽ ഇത് ഒന്നും കൂടി അതിൻ്റെ ഒരു സ്ട്രെങ്ത്തെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഹെവി വെഹിക്കിൾസൊന്നും വേണ്ട, കാറും ലോറിയൊന്നും വേണ്ട, അല്ല ബസ്സും ലോറിയൊന്നും വേണ്ട, കാറ് വരെ പോകാൻ ഈ ആവശ്യങ്ങൾ നടക്കുമല്ലോ. പുതിയ പാലത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതും. പിന്നെ മറ്റൊരു ഒരു നീക്കം നടക്കുന്നത് ഇത് ഇത്രയും ഒരു ചരിത്ര സ്മാരകമായിട്ട് നിലനിർത്തുന്നതാണല്ലോ. അപ്പോൾ ഇത് ഇവിടുന്ന് പൊളിച്ചു കൊണ്ടുപോയിട്ട് ഹിൽ പാലസിൽ മ്യൂസിയത്തിൽ വയ്ക്കാം എന്നൊരു, പക്ഷെ അതിന് എതിർപ്പുണ്ട്. കാരണം വെച്ചാൽ അത് വ്യക്തിപരമായിട്ട് എനിക്കും അതിന് യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് എന്ന് പറയുന്ന ഒരു ചരിത്ര സ്മാരകം ആ സ്ഥലത്ത് നിർത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, പ്രസക്തിയുള്ളൂ. അത് ഇത് കൊണ്ടുപോയിട്ട് ഹിൽ പാലസിൽ മ്യൂസിയം അവിടെ വരുന്നവരോട് ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് പാലമാണെന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് താജ്മഹൽ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് വേറൊരു മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാൽ അതിന്റെ എല്ലാം പോയി, അതിന്റെ ആ പ്രസക്തി പോയി. അപ്പൊ ഇത് ഇവിടെ തന്നെ പുതിയ പാലം വരികയാണെങ്കിൽ തന്നെ ഇവിടെ തന്നെ നിലനിർത്തി അതൊരു ചരിത്ര സ്മാരകമായിട്ട് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഇത് എഴുതി വെച്ച് അങ്ങനെ നിലനിർത്തണം എന്നുള്ളതാണ് പലരുടെ അഭിപ്രായം. എനിക്കും ആ അഭിപ്രായം തന്നെയാണ്. അപ്പൊ ഇപ്പോൾ അതിന്റെ പുതിയ പാലത്തിന്റെ
ആ ഒരു ഗവൺമെന്റിന്റെ നടപടി എവിടം വരെ ആയി എന്നറിയില്ല. പക്ഷെ അതിന്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ കല്ലൊക്കെ ഇട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളും അധികൃതരുടെ മുമ്പിലേക്ക് അത് വെക്കുകയാണ്. അങ്ങേക്ക് വളരെ നന്ദി ഈ മോർണിംഗ് വാക്കിൽ ഞങ്ങളോടൊപ്പം വന്ന് ഈ ചരിത്രമൊക്കെ പറഞ്ഞു. താങ്ക് യു സർ. അപ്പോൾ അധികൃതർ അത് ശ്രദ്ധിക്കും. ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രദേശവാസികളുടെ കൂടി ആഗ്രഹം അനുസരിച്ച് അത് ഏത് രീതിയിൽ വേണം. എന്തായാലും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ വരാൻ പോലും ഇവിടെ ഒരു പാലത്തിന്റെ ആവശ്യമാണ്.